നമ്മുടെ കയ്യിൽ ഒരു 45 രൂപയുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കൊല്ലത്ത് നിന്നും ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ചിലവ് ചുരുക്കിക്കൊണ്ട് ട്രെയിൻ മാർഗം വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ട്രെയിൻ നമ്പർ 16302 വേനാട് എക്സ്പ്രസ്സിലാണ്. രാവിലെ 6:30 കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ 7:50 തിരുവല്ലയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ്. ഒരാൾക്ക് ജനറലിന് ടിക്കറ്റ് ചാർജ് വരുന്നത് 45 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇനി നമ്മൾ തിരുവല്ലയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട് തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ. ഓട്ടോ മാർഗ്ഗമാണെങ്കിൽ ഒരു 40 രൂപ 50 രൂപ അവർ മേടിക്കും. ഇല്ലെങ്കിൽ നടന്നു പോകുന്നവർക്ക് അങ്ങനെ പോകാം. വൺസ് നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ചക്കുളത്തുകാവിലേക്ക് പോകാനായിട്ട് എപ്പോഴും ബസ് കിട്ടുന്നതാണ്. ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട് ചക്കുളത്തുകാവിലേക്ക്. ഒരാൾക്ക് ഓർഡിനറി ബസ് ആണെങ്കിൽ 18 രൂപയും സൂപ്പർ ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ 20-22 രൂപയൊക്കെ ആവും മാക്സിമം ചാർജ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ദർശന സമയങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അതേപോലെ തന്നെ ഇനി തിരിച്ച് ഇതേ കണക്ക് നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാവുന്നതാണ്. എന്ന് ഏത് ട്രെയിന് നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണോ പോകേണ്ടത്. തിരുവല്ല എന്ന് പറയുന്നത് ഒരു മെയിൻ സ്റ്റോപ്പാണ്, അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. റെയിൽവേ സ്റ്റേഷൻ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാ വലിയ വണ്ടികളും തിരുവല്ല എന്ന് പറയുന്ന സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. തിരിച്ച് ഏത് ട്രെയിനിലാണോ നിങ്ങൾക്ക് നാട്ടിൽ പോകേണ്ട സമയമനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യാം, അല്ലാതെ ഓഫ്ലൈൻ വേണമെങ്കിൽ പോകാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ.